ശൈത്യ അടുത്ത കണ്ടുപിടുത്തമായിട്ട് വന്നിട്ടുണ്ട് അരിമോളെ കുത്താൻ വേണ്ടി. കാരണം ഇതിനെ കട്ടപ്പ എന്നല്ല പറയേണ്ടത്, ഇത് വേറെന്തെങ്കിലും പേരാണ് ഇതിനെ വിളിക്കേണ്ടത്. കാരണം ഇപ്പോൾ പറയുന്നത് ശൈത്യ പറയാണ് പ്രവീണും ഇവളും കൂടെ അനിമോളും കൂടെ കോംബോ പിടിക്കാനുള്ള പ്ലാനായിരുന്നു എന്ന് ഷാനവാസിനോടും ആദിലയോടും നൂറയോടും പറയുവാണ്. കാരണം ഇവർ രണ്ടുപേരും കൂടി ഇടയ്ക്ക് പിന്നെ നല്ലൊരു ഫ്രണ്ട്ഷിപ്പായിരുന്നല്ലോ അനിമോളും പ്രവീണും തമ്മിൽ. അപ്പം അനിമോൾ പറയുമായിരുന്നെന്ന്, ദേ നമുക്ക് നമ്മളുടെ നേരെയാണ് എല്ലാ ക്യാമറയും, നമ്മൾ എവിടെ ഇരിക്കുന്നോ അവിടെ ഈ ക്യാമറ നമ്മളെ ഫോക്കസ് ചെയ്യുന്നുണ്ടെന്ന് പ്രവീണിനോട് അനിമോൾ പറയുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് ലവ് കോംബോ പിടിച്ച് കളിക്കാം, അപ്പം പുറത്ത് നല്ല ഇതായിരിക്കുമെന്ന് അനിമോൾ പ്രവീണിനോട് പറഞ്ഞെന്ന് ഷാനവാസിനോടും നൂറയോടും പറയുക. അപ്പം അതിൽ ചോദിക്കുന്നത് എന്ത്, ഇങ്ങനെ അവൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഷാനവാസ് ഇങ്ങനെ ഞെട്ടലോട് ചോദിക്കുന്നത്, പ്രവീണെ ഇവൾ കുരുക്കാൻ നോക്കിയ, പ്രവീണിനോടും ഇവളിട്ട് വട്ടം കറക്കി. അപ്പോൾ ആ ചോദ്യം തന്നെ നൂറെ ഇങ്ങനെ അത്ഭുതത്തോടെ ചോദിക്കുന്നത്, അയ്യോ അനീഷേട്ടനെ വട്ടം കറക്കിയ പോലെ ഇതിനു മുമ്പ് പ്രവീണിനെയും വട്ടം കറക്കിയായിരുന്നല്ലേ. അയ്യോ കേട്ടിട്ട് അത്ഭുതം വരുന്നു. നൂറ പറയുകയാണ്, ഇവളെ വിശ്വസിക്കാൻ കൊള്ളത്തില്ല, ഇനി ഇവളെ ഒരു കൈ അകലത്തിലേ നിർത്താൻ പാടുള്ളൂ, ഇവൾ ജെന്യൂനല്ല എന്ന് നൂറ പറയുകയാണ്. അപ്പോൾ ഷാനവാസിനൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഷാനവാസ് പറഞ്ഞു അങ്ങനെയും നടന്നിരുന്നു. അവൻ പറഞ്ഞു ഇവൾ പറഞ്ഞതാണ്, ഒരു ലവ് ട്രാക്ക് പിടിച്ച് കുറേ സാധനങ്ങളും കൂടെ നമുക്ക് ഇട്ട് കളിച്ചാൽ പുറത്ത് നല്ല ഇതാവും, ക്യാമറ മൊത്തം നമ്മളെയാണ് ഇപ്പോൾ ഫോക്കസ് ചെയ്യുന്നത്, നമുക്ക് ഇവിടെ നിൽക്കാൻ രണ്ടുപേർക്കും അങ്ങ് വരെ എന്ന് ഇവൾ പറഞ്ഞിട്ടുണ്ടായിരുന്നെന്ന് ശൈത്യ പറഞ്ഞിട്ട് ശൈത്യ അങ്ങ് ഒരുമാരത്തെ ചിരിക്കുവാണ്. എന്നിട്ട് ശൈത്യ പറയണേ ഇത് പിന്നെ പ്രവീൺ തന്നെ പറഞ്ഞതാണ് ഇവൾ പറഞ്ഞ കാര്യം. എന്നിട്ട് അടുത്ത വീക്ക് പാവം പ്രവീൺ ഔട്ടാവുകയും ചെയ്ത്, ഇവൾ കാരണമാണ് പ്രവീൺ പെട്ടെന്ന് പുറത്തും പോയത് എന്ന് ശൈത്യ പറയുന്നു. അപ്പം പിന്നെ ഷാനവാസ് പറയുന്നു ഇവൾ ഫുള്ള് പ്ലാനിലാണ് വന്നിരിക്കുന്നത്, ഫുള്ള് ഇവൾ ഗെയിമാണ് എന്ന് ഷാനവാസും ഇരുന്ന് പറയുകയാണ്. ബാക്കി അപ്ഡേറ്റുമായിട്ട് വീണ്ടും കാണാം.